മറ്റൊരുത്തിന്റെ വ്യക്തി ജീവിതത്തെ താറുമാറെടുക്കാനും വേറെടുത്തിനെ കുറിച്ച് അപവാദം പറയാനും അതാരെന്നുറപ്പില്ല. വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ഞാൻ എന്റെ ചെറുപ്പക്കാരികളോട് പറയാ, നിങ്ങൾ ഈ ചെയ്യുന്ന ഈ പോക്രിത്തരങ്ങൾ, നിങ്ങൾ ഈ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ, അയൽപക്കത്തെ പെണ്ണിനെ കുറിച്ച് അനാവശ്യം പറയാൻ, കുറിച്ച് അപവാദം പറയാൻ, ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരാളെ കുറിച്ച് അപവാദം പറഞ്ഞിട്ട് നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു വാർത്ത വന്ന അത് ലൈക്ക് അടിക്കുന്നതിന് മുമ്പേ നോക്കണം, ഇത് വാസ്തവമാണോ, ഇത് ശരിയാണോ. അതല്ലാതെ ലൈക്ക് ചെയ്യുന്നവൻ വല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. അവൻ അല്ലാഹുവിന്റെ നരകത്തിലൊരു സീറ്റ് വിലക്ക് വാങ്ങുകയാ. എന്താ നിങ്ങൾ വിചാരിച്ചത് ഫേസ്ബുക്ക് സുന്നത്താണെന്നോ? എന്താ നിങ്ങൾ കരുതിയത്? ഞാൻ പറയുന്ന സമയത്ത് കൃത്യമായി പറയേണ്ടതുണ്ട്. ഇതെന്നെ കുറിച്ചോ നൗഷാദ് ബാക്കവിയെ കുറിച്ചോ പള്ളിയിലെ ഖത്തീബിനെ കുറിച്ച് അവമതിക്കുന്നവരെ കുറിച്ചല്ല. ഈ പറയുന്ന അയൽപക്കത്തെ പെണ്ണിനെ കുറിച്ച്, അവനവന്റെ പെങ്ങളെ കുറിച്ച്, അവനവന്റെ പെണ്ണിനെ കുറിച്ച് പോലും പറയുന്ന ഏറ്റവും വലിയ വ്യഭിചാരത്തിന്റെ കഥകളായി മാറുമ്പോ, യൂട്യൂബ് മുഴുവനും വ്യഭിചാരത്തിന്റെ കഥ മാറുമ്പോ, മാഹിയിലെയോ ചൊക്ലിയിലോ അങ്ങാടിയില് അരമനയുടെ അകത്തളത്തില് പേടിയില്ലാത്തൊരു പെണ്ണുങ്ങള്, ആഖിറത്ത് അറിയാത്ത പെണ്ണ്, പരലോകത്തെ പേടിക്കാത്തതിന് പെണ്ണുങ്ങൾ വാക്ക് പറഞ്ഞപ്പോ മാഹിയിലെ പെണ്ണുങ്ങളെ കണ്ടിക്ക, ചൊക്ലിയിലെ പെണ്ണുങ്ങളെ കണ്ടിക്ക, ചൊക്ലിയിലെ പെണ്ണിന്റെ കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാന്ന് വിളിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെൺപക്കാരാ, അതിന് മറുപടിയായി പാതിരാ സമയത്ത് കോഴിക്കോട്ടെ ചുള്ളന്മാരെ കണ്ടിക്ക, മലപ്പുറത്തെ ആണുങ്ങളെ കണ്ടിക്ക. ആണുങ്ങളത് കാണണമെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരാൻ വിളിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നീ കാണിക്കാൻ വേണ്ടി വിളിക്കുന്നതില്ലേ? ചൊക്ലിയിലെ പെണ്ണും മാഹിയിലെ പെണ്ണും ഏത് ചെറുപ്പക്കാരനെ കാണിച്ചു തരാമെന്ന് നീ കാണിച്ചു കൊടുക്കണ്ട. നിന്റെ ഈ പച്ചമാംസമില്ല പെണ്ണ്, ആ പച്ചമാംസം എന്താണെന്നറിയോ? നാളെ മണ്ണിന്റെ അടിയിലും മരത്തി കിടത്തിയിട്ട് മണ്ണിട്ട് മൂടിയാല് 4-ാമത്തെ ദിവസം വേണ്ട, 5 ദിവസം വേണ്ട, 4-ാമത്തെ ദിവസം പുഴുത്തു നാറിപ്പോകുന്ന നിന്റെ ഈ പച്ച തുണിയല്ലേ, നിന്റെ ഈ തൊലി വെളുപ്പല്ലേ നീ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്? ഏത് എന്നാലും കാണിച്ചു തരാം. ഏടാ പെണ്ണ്, 6 അടി മണ്ണിൽ വെച്ചിട്ട് 4-ാമത്തെ ദിവസം കവറൊന്ന് തുറന്നു നോക്കിയ പുഴുക്കളുടെ വായിലിരിക്കുന്ന നിന്റെ വെള്ളത്തൊലിയാണോ, ഈ തൊലിയുടെ വെളുപ്പാണോ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്? കബറിൽ കിടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ, അറിയുന്നതാണ് അഴുകുന്നതാണ് മാംസമെല്ലാം പെങ്ങളെ. കബറ് കിടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ, അഴുകുന്നതാണ് മാംസമെല്ലാം പെങ്ങളെ. പൊന്നുമോളെ, കബറിലേക്ക് വെച്ചാൽ അടുകി പുഴുക്കളുടെ വായിൽ പോകുന്ന ഈ പച്ചമാംസത്തിന്റെ കഥ പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പാടുപെടുക്കുമ്പോ, അതിന് മറുപടി കൊടുക്കാൻ കുറെ ചെറുപ്പക്കാര് പറഞ്ഞ് യൂട്യൂബിൽ മറുപടി കൊടുത്ത്, പെണ്ണിന് മറുപടി കൊടുത്ത്, അവളൊരു ഹറാമ് ചെയ്തപ്പോ ചൊക്ലിയിലെ പെണ്ണും മാഹിയിലെ പെണ്ണും ആവാസത്തിന്റെ ഒരു പാട്ട് പാടിയപ്പോ അതിനെ കിട്ടിയ പ്രതിഫലം അവര് സിനിമയിൽ അഭിനയിക്കാൻ പോയി. അതിനേക്കാളും വലിയ ഹറാമിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ആളുണ്ടായി. വേണ്ട ചെറുപ്പക്കാരാ, വേണ്ട പെങ്ങള്, പാതിരാത്രി ഇരുന്നിട്ട് നീ മറുപടി കൊടുക്കേണ്ടത് മാഹിയിലെയും ചൊക്ലിയിലെയും പെണ്ണിന്റെയും പാട്ടല്ല കേൾക്കേണ്ടത്. നീ കേട്ടെന്റെ പാട്ട് ഞാൻ പറഞ്ഞു തരാം. പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ രാത്രിയിൽ നിന്റെ ബെഡ്റൂമിൽ കിടന്നിട്ട് നിന്റെ മൊബൈൽ എടുത്തിട്ട് നെറ്റ് കിട്ടുമെങ്കിലൊന്ന് ആ നെറ്റിലേക്ക് സെർച്ച് ചെയ്തിട്ട് അതിൽ നീ ഒരു പാട്ട് സെർച്ച് ചെയ്തെടുക്കണം. പേടിയുണ്ടോ? ആണത്തുമുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ പാതിരാത്രി നീ ആ പാട്ടെന്ന് കേട്ട് നോക്ക്. ഏതാ പാട്ടെന്നറിയോ? കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടടാ, കണ്ടാലുടനെ വാവിട്ടു നീ കരേണ്ടടാ, മെടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് ഒമാനാ. ആണത്തോണ്ടടാ കുട്ടികളെ, ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാ, ഈ ചൊക്ലിക്കും മാഹിക്കും മറുപടി കൊടുക്കുന്നത് നിർത്തിയിട്ട് രാത്രിയിലെ കിടക്കപ്പായിരുന്നിട്ട് ഒരു രാത്രിയിൽ കേട്ടാൽ നിന്റെ ഹൃദയം തകർന്നു പോകുമടി പെങ്ങളെ. നെത്തയ്ക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ.
ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ. ഇതൊന്ന് കേട്ടു നോക്ക്, ഇതൊന്ന് കേട്ടു നോക്ക്. എങ്ങനെ ഈ തെമ്മാടിത്തരം ചെയ്തിട്ട് ആണത്തോണ്ട് കേക്ക്. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരെഴുതി വെച്ചിട്ട് രാത്രി ഒന്ന് കേട്ടാ പിന്നെ നീ ഒരു തെറ്റ് ചെയ്യൂല. ഇത് മായിര പെണ്ണിനെ കണ്ടുക, ചൊക്ലീന പെണ്ണിനെ കണ്ടുക, കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാ. നീ എന്ത് കാണിക്കാൻ, നീ എന്ത് കാണിച്ചു കൊടുക്കാനടി പെണ്ണെ? നിന്നേക്കാൾ വലിയ സുന്ദരിയാണ് ബോളിവുഡിന്റെ നടി ആന്റലീന ജോളി. അവൾ ധനാർബുദം വരുമെന്ന് കരുതിയിട്ട് പേടിച്ചിട്ട് മാറുമുറിച്ചു കളഞ്ഞ പെണ്ണ ബോളിവുഡിന്റെ നടി ആന്റലീന ജോളി. അവളും ചാവും. ബോളിവുഡ് നടി ആന്റലീന ജോളി റളിയല്ലാഹു അൻഹ പറയുന്നത്. ബോളിവുഡിന്റെ നടി ആന്റലീന ജോളി നിങ്ങൾക്ക് അറിയോന്നറിയില്ല. ആ പെണ്ണെന്ന് ചെയ്തെന്നറിയോ? അവള് പെണ്ണുങ്ങൾക്ക് സ്തനാർബുദം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അവളോട് ഡോക്ടർ അസുഖം വന്നപ്പോ പറഞ്ഞു സ്തനാർബുദം വരാൻ, ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അവൾ എന്ത് ചെയ്തെന്നറിയോ? ഇതിണ്ടെങ്കിലല്ലേ അത് ക്യാൻസർ വരും, മുറിച്ചു മാറ്റി. ആ പെണ്ണിപ്പോ അഭിനയിക്കുന്നത് അതില്ലാതെയാണ്. ആ പെണ്ണ് മരിക്കും. അർബുദം വരുമെന്ന് പറഞ്ഞ് അവനവന്റെ മാറ് മുറിച്ചു മാറ്റിയ പെണ്ണും മരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇല്ലേ ഇല്ലേ? കുട്ടി എന്താ കരുതിയത്? ഇപ്പൊ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. തെറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ വ്യഭിചാരം, കള്ളുകൂടി, വ്യഭിചാരം, കള്ളുകുടി. ഞാൻ ഇന്ന് അബുദാബി എയർപോർട്ടിൽ ഇരിക്കുമ്പോഴും അവിടെ വന്നിരുന്നിട്ട് ഒരുത്തിന് ഈ പാട്ട് കേൾക്കും. അതിന് 14 ജില്ലക്കാർ മറുപടിയും കൊടുക്കും. അത് കേട്ടപ്പോ ആമ്പിള്ളേരുടെ ഈമാൻ കൂടി, ആഹാ നമ്മളെ കാണാൻ കൊള്ളാത്തന്ന് ഇങ്ങോട്ട് വന്ന് നമ്മളെ കാണിച്ചത്. എന്ത് ഫേസ്ബുക്ക് ഇന്ന് ഏറ്റവും വലിയ തെറ്റിന്റെ കേന്ദ്രം ഫേസ്ബുക്കും യൂട്യൂബും. ഇതാരെങ്കിലും ഒരാൾ പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ പറയും. അതിന്റെ എല്ലാ അതിർവരമ്പുകളും ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നതിന് അർത്ഥമില്ല. ഫേസ്ബുക്ക് ഉപയോഗിക്കാം. എത്രയോ ആളുകൾ ധാരാളം അകലെ കിടക്കുന്ന എത്രയോ ആളുകളെ തമ്മിൽ സ്നേഹത്തിന്റെ ബന്ധമാണ് ആ ഫേസ്ബുക്കിലൂടെ. പക്ഷെ അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. മുന്തിരി അള്ളാഹു തന്നത് നേരെ ചൊവ്വെ തിന്നാനാണ്. അത് കൊണ്ടുപോയി പിന്നെ കുഴിച്ചിട്ട് 40 ദിവസം കഴിഞ്ഞിട്ട് കള്ളാക്കാനല്ല. മുന്തിരി അള്ള തന്ന വിഭവമാണ്. ആ വിഭവം അള്ളാഹു തന്നത് നേരെ ചൊവ്വെ പഴമായിട്ട് തിന്നാനാണ്. അതേ സാധനം 40 ദിവസം കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചിട്ടാല് 40 ദിവസം കഴിഞ്ഞെടുക്കുമ്പോ അറിയില്ല. നിങ്ങൾക്ക് ഇപ്പൊ ആരും പരീക്ഷിച്ച് നോക്കണ്ട, അറിയില്ല. വീഞ്ഞുണ്ടാക്കണം അങ്ങനെയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഏറ്റവും വലുതാണ്. ഞാൻ ഇത്രയും നന്നായിട്ട് ബസ്സിൽ ഈ ബക്കറ്റ് വേണം, അവിടെ ഇരിക്കുക, അത് സമയമില്ല. വെള്ളം തരും. അടുത്ത പെണ്ണിനെ കുറിച്ച്, അയലോക്കത്തെ പെണ്ണിനെ കുറിച്ച്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ കുറിച്ച്, ആരെ കുറിച്ചും അപരാധം പറയുക. എടുത്തൊന്ന് ഫേസ്ബുക്കിൽ ഇട്ടാക്കിയേ, ആരെ കുറിച്ചും പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഫേസ്ബുക്കിലൊന്ന് വന്നു, നീ ലൈക്ക് ചെയ്യുമ്പോൾ പോലും ആ വന്നത് അസത്യമാണെങ്കിൽ വല്ലാഹി പടച്ചറപ്പിന്റെ മുമ്പിൽ നീ സമാധാനം പറയണം, ഉറപ്പാ. പിന്നെ ഫേസ്ബുക്കിൽ എന്റെ പേജുണ്ട്, 3 എണ്ണം കാണും. ഞാൻ ഇന്നേ വരെ ഫേസ്ബുക്കിൽ കയറി ചെയ്തിട്ടില്ല. ഞാനല്ലത് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഫേസ്ബുക്കോ വാട്സപ്പോ ഒന്നും ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല. നിങ്ങൾ ചോദിക്കും ഉസ്താദിന് 3 അക്കൗണ്ട് ഉണ്ടല്ലോ. ഒന്ന് എന്റെ ഡ്രൈവറാണ് കൈകാര്യം ചെയ്യുന്ന അനസ്, ബാക്കി 2 ആരാന്ന് എനിക്ക് തന്നെ അറിഞ്ഞു. എന്റെ പേരിലൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ഒരു പ്രൊഫൈലിൽ എന്റെ ഡ്രൈവർ എന്റെ പരിപാടികൾ മാത്രം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അല്ലാതെ ഫേസ്ബുക്കിൽ ഞാൻ ലൈക്കിനും ഇല്ല, അങ്ങോട്ട് മറുപടി അടിക്കാറില്ല. ചിലർ അസ്സലാം വലൈക്കും എന്ന് പറയും 10 പ്രാവശ്യം. ഞാൻ അടിക്കാത്ത പേരോട് ഇത്രയ്ക്കും അഹങ്കാരമല്ല, തിരിച്ചു മടക്കാത്ത എന്താ? ഞാൻ അത് ഉപയോഗിക്കാറില്ല. ഫേസ്ബുക്കേ ഞാൻ ഉപയോഗിക്കാറില്ല. ഫേസ്ബുക്ക് പോയിട്ട് എന്റെ ഫേസ് കണ്ണാടി നോക്കാൻ തന്നെ എനിക്ക് സമയമില്ല. അത് ഉപയോഗിക്കുന്നവർ നന്നായിട്ട് ഉപയോഗിക്കാം. ഇത് നിങ്ങൾ നാളെ ഫിത്ന ഫസാദ് ഇതിന്റെ പരിധിയിൽപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ ആഖിറത്തിൽ ഇതിന് കുറ്റമില്ലാന്ന് കണ്ടിട്ട് നിങ്ങൾ ചെയ്യണ്ട. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിന്റെ അമിതമായ ഉപയോഗം പടച്ച റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറഞ്ഞു പറ്റും. ഇപ്പൊ എപ്പോ നോക്കിയാലും ഒരു ഓൺലൈൻ ജീവികളുണ്ട്. 7 മണി മുതൽ രാവിലെ 7 മണി വരെ അവൻ ഓൺലൈനിലുണ്ട്. 10 മണിയായാലും ടെലിഫോൺ പോസ്റ്റിന്റെ മുമ്പിൽ പോയി 2 വിരലും വെച്ച് ടൈപ്പ് ചെയ്യണൊക്കെ കാണാൻ അന്തം വിട്ടു. അപ്പുറത്തെ പോക്ക
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു മനുഷ്യന് നൽകിയ വിലമതിക്കാൻ കഴിയാത്ത 2 അനുഗ്രഹങ്ങളുണ്ട്. അതിന്റെ വില നിങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അസ്സിഹത്തു വൽ ഫറാഗ്, ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് ഒഴിവ് കിട്ടുന്ന സമയം. നമ്മുടെ ജോലി കഴിഞ്ഞ് ഒഴിവ് കിട്ടുന്ന സമയം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതിന് വില നിശ്ചയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ ഒഴിവ് കിട്ടുന്ന സമയം നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനുള്ളതല്ല. ഗൾഫിലെ ഭർത്താക്കന്മാരുടെ വേറെ ജോലിയൊന്നുമല്ല ഈ ചാറ്റിങ്, ഒടുക്കത്തെ ചാറ്റിങ്. ഏതായാലും ചൂണ്ടെറിഞ്ഞ് കൊളുത്തിടുക. കിട്ടുന്നത് മീനാണെങ്കിൽ സ്രാവാണെങ്കിൽ സ്രാവ്, പരലാണെങ്കിൽ പരല്. അപ്പത്തേക്കായല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ചോദിക്കുകയാണ്, ഈ തെറ്റൊക്കെ തെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ നടക്കാൻ തോന്നുന്നു? ഇതൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഉസ്താദെ അതൊക്കെ ലോകമൊക്കെ അവസാനിച്ചിട്ട് പിന്നെ ആഖിറത്തിലല്ലേ അവിടെ വെച്ച് കാണാം. ഇതൊക്കെ ഇപ്പൊ ഇവിടെ വെച്ചല്ലല്ലോ, ആഖിറത്തിൽ വെച്ച് നമുക്ക് കാണാമെന്ന് പറയുമ്പോ ആഖിറം എന്നാണ്. അടുത്ത ചോദ്യം അള്ളാഹുവിന്റെ അങ്ങനെയാണ്, യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. അള്ളാഹു നമുക്ക് നല്ലത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഏറ്റവും നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒഴിവ് കിട്ടുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു ജോലി ഞാൻ പറഞ്ഞു തരട്ടെ, ചെയ്യുമോ? നിങ്ങൾക്കൊരു അല്പം ഒരു മണിക്കൂർ ഒഴിവുണ്ട്. ആ ഒഴിവ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ധാരാളം തെറ്റുകളൊക്കെ അറിയാതെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഒരു ജോലി പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്യൂ. ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവെക്കും, നോക്കട്ടെ. കൈവെക്ക്. ഇത്രയും കൈ ആകെ ഉള്ളൂ. ഇതെല്ലാം വികലാംഗന